കോപം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വാതിലാണ്. ശ്രദ്ധിക്കണം അക്കാര്യം. അതുകൊണ്ട് ഇതിനെ ലൈറ്റായിട്ടെടുക്കുന്ന ആളുകൾ പലപ്പോഴും, ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ലൈറ്റായിട്ട് എടുക്കുന്നത് കോപത്തെയാണ്. അതുകൊണ്ട് വലിയ അഭിമാനം പോലെ ആളുകൾ പറയുന്നത്, ബ്രദറെ ഞാനിപ്പോൾ വേറെ വലിയ, പിന്നെ എനിക്കൊരു മുൻകോപമുണ്ട്, അത്രയുള്ള കുഴപ്പമേ ഉള്ളൂ. അത് പിന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ അപ്പച്ചനും മുൻകോപിയായിരുന്നു. ഇതൊരു കുഴപ്പമില്ലാത്ത കാര്യമായിട്ടാണ് വിശ്വാസികൾ പോലും പറയുന്നത്. ഞാൻ പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു മഹാപാതകമാണെന്നും അപകടകരമാണെന്നും നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇറ്റ്സ് എ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? കോപം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് പറയുന്നു, നീ എന്താ കോപിക്കുന്നത്? നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട് പ്രിയമുള്ളവരെ, എന്താണ് കോപം എന്ന് പറയുന്നത്? പാപത്തിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ കോപം വിട്ടുകളയാൻ കഴിയാത്ത ആരെങ്കിലും വിശ്വാസികൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് അതിനുവേണ്ടി ദൈവത്തോട് കൃത്യമായിട്ട് വേണം, കർത്താവേ എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജെനുവിനാകുക എന്ന് പറഞ്ഞത്. കർത്താവേ പലപ്പോഴും എനിക്ക് കോപം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ കോപിച്ചപ്പോഴെല്ലാം നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോപിച്ചപ്പോഴെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോപിച്ചാൽ സഹോദരനെ നിസാര എന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ കോപിച്ചാൽ സഹോദരനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കോപിച്ചാൽ പല്ല് കടിച്ചിട്ടുണ്ട്. നിങ്ങൾ കോപിച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കോപിച്ചാൽ ബാഡ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. കോപിക്കുമ്പോഴാണ് ബാഡ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാലമായിട്ട് എന്താ പഠിക്കാത്തത്? കോപം എന്ന് പറയുന്നത് ചില്ലറക്കാര്യമല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് കോപത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്തത്? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അപകടകരമായ ഒരു കാര്യമാണ് കോപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള അന്യോന്യ ബന്ധത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് എന്ത്? ഒന്നാമത് വ്യാജം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ, ഇവിടെ നമ്മൾ സഹോദര ബന്ധമാണ് പഠിക്കുന്നത്. എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ എനിക്കൊരിക്കലും ഇൻജെനുവിനിറ്റി ഉണ്ടാകാൻ പാടില്ല. ഐ നീഡ് ടു ബി ജെനുവിൻ. അതാ കാരണം, ജെനുവിൻ അല്ലാത്ത ഒരുത്തിനെ കർത്താവിന് സഹായിക്കാൻ പോലും പറ്റില്ല. കോപിക്കുന്ന ഒരുത്തിനെ വേണമെങ്കിൽ കർത്താവിന് സഹായിക്കാൻ പറ്റുന്നിരിക്കും. കാര്യം കയ്യിൽ കോപിച്ചപ്പോഴും കർത്താവ് എന്ത് ചെയ്തു? ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. കോപിച്ചപ്പോഴും ചെന്ന് പറയുന്നു, നീ ഇതൊന്ന് മാറി മാനസാന്തരപ്പെടുന്നുവെങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നിൽ പ്രസാദിക്കാം. അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? അതിൻ്റെ അർത്ഥം ഇവൻ കോപിച്ചിരിക്കുമ്പോഴാണ്. അവന് കോപം ഉണ്ടാകുന്നതിന് മുമ്പല്ല, കോപിച്ചപ്പോഴും, അവൻ കോപിച്ചിരിക്കുമ്പോഴും ദൈവം ചെന്നിട്ട് അവന് മാനസാന്തരപ്പെടുവാനുള്ള ഒരു സാധ്യത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജെനുവിനല്ലെങ്കിൽ ദൈവത്തിന് ഇടപെടാൻ കഴിയാതെ വരും. കഴിയാതെ വരും. അതുകൊണ്ടാണ് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ ജെനുവിനായിരിക്കണം. രണ്ടാമത് കോപിക്കരുത്. കാര്യം ആ ജെനുവിനിറ്റി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അപകടകരമായ കാര്യം, മറ്റ് പാപങ്ങളെക്കാൾ അപകടകരമായ കാര്യമാണ് കോപം എന്ന് പറയുന്നത്. സഹോദരത്തെ നിഷേധിക്കാനും സഹോദരനെ നിസ്സാരെന്ന് കരുതാനും പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നമാണ്. സഹോദരനെ വഴക്കുണ്ടാക്കാനും ബാഡ് വേർഡ്സ് ഉപയോഗിക്കുവാനും വിഘടനം ഉണ്ടാക്കുവാനും എല്ലാം തകർക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോപം എന്ന് പറയുന്നത്. എല്ലാം തകർക്കുന്ന, നമ്മുടെ ജീവിതത്തെ മുഴുവൻ തകർക്കുന്ന ഒരു കാര്യമാണ് കോപം. കാര്യം കോപം പാപത്തിലേക്കുള്ള വാതിലാണ്. നീ കോപം ഒഴിവാക്കുന്നില്ലെങ്കിൽ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. പാപത്തോട് ആഗ്രഹമുള്ളവരുണ്ട്, പലരുമുണ്ട്. പക്ഷേ പാപത്തിന് എല്ലാവരോടും ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പാപത്തിൻ്റെ ആഗ്രഹം നിന്നോടാണ്, അതിന് സംശയമൊന്നുമില്ല. നമ്മളെ കൊതിക്കുകയാണ് പാപം. എന്തിന്? പാപത്തിൽ വീഴിക്കാനായിട്ട്. പാപത്തിനോട് ആഗ്രഹമുള്ളവരുണ്ട്, പാപത്തിനോട് ആഗ്രഹമില്ലാത്തവരുമുണ്ട്. പക്ഷെ പാപത്തിന് എല്ലാവരോടും ആഗ്രഹമുണ്ട്. അതിനെ ആഗ്രഹിക്കുന്നവരോടും അതിനെ ആഗ്രഹിക്കാത്തവരോടും പാപത്തിന് ആഗ്രഹമുണ്ട്. എല്ലാവരെയും വിഴുങ്ങാൻ നോക്കിയിരിക്കുന്ന ഒരു സാധനമാണ് പാപം എന്ന് പറയുന്നത്. കോപമാണ് അതിൻ്റെ വാതിൽ. അതുകൊണ്ട് കോപിച്ചാൽ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ് എന്ത്? നമ്മൾ കോപം അസാമാന്യമായ നിലയിലുള്ള ഒരു വൈതരണിയാണ്. അതിനകത്ത് കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്. കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കിടക്കയിലേക്കൊന്ന് പോകാനായിട്ട് സമ്മതിക്കരുത്. അതും വെച്ചുകൊണ്ട് കിടക്ക വരെ പോകാനായിട്ടുള്ള ഒരു അനുവാദം ഒരിക്കലും ഉണ്ടാകരുത്. ഇവിടെ റാത്തല്ല, റാത്തിൻ്റെ ഒരു സ്റ്റേജിൽ വന്നാൽ പോയി. അതായത് എൻ്റെ സഹോദരനോട് ക്രോധം വന്നു കഴിഞ്ഞാൽ തീർന്നു, നിങ്ങൾ പാപത്തിൽ വീണുപോയി കഴിഞ്ഞു. പക്ഷേ ദുഃഖം കൊണ്ടുള്ള ഒരു കോപമാണെങ്കിൽ പോലും, ഒരു നീരസമാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? കിടക്ക വരെ പോകരുത്. കാരണം പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസരം. അവിടെയാണ് പറയുന്നത് പിശാചിന്
ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, പിശാചിന് അവൻ്റെ ഇടം കൊടുക്കരുത് എന്നുള്ള ഒരു അർത്ഥം അവിടെ പറയുന്നത്. അതായത് പിശാച് എന്ത് ഓപ്പർച്യൂണിറ്റിയും, ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി. പിശാചിന് അവൻ്റെ അവസരം കൊടുക്കരുത്. കാര്യം പിശാച് എങ്ങനെയും ഒരു ചെറിയ വിടവ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ നമ്മളിലേക്ക് കയറി വരും എന്നുള്ളതിന് സംശയമില്ല. അവന് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, അവനൊരു ചെറിയ കാര്യം മതി നമ്മളെ ഓടിക്കാനുള്ള സകല കാര്യങ്ങളും. അവനൊരു തന്ത്രശാലിയായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യനൊരു വീട് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഒരു വില്ല കണ്ടു. അവൻ ഒരു സെപ്പറേറ്റ് വില്ലയാണ്, നല്ലൊരു വില്ലയാണ്. അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ഫോർ സെയിൽ അടിച്ചിട്ട് 10 ലക്ഷം രൂപയ്ക്ക്, 1 കോടിക്കോ 2 കോടിക്ക് കിട്ടാത്തൊരു വീട് 10 ലക്ഷം രൂപയ്ക്ക് സെയിൽ അടിച്ചിട്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവൻ അതിൻ്റെ ഓണറെ ചെന്ന് കണ്ടു. ശരിയാണോ നിങ്ങളിത് വിൽക്കാനിട്ടിരിക്കുകയാണ്? യെസ്. അതിൻ്റെ വില എന്താ? അവിടെ വില എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 10 ലക്ഷം ഉള്ളൂ? യെസ്, അവിടെ എഴുതി വെച്ചിരിക്കുന്നല്ലേ. സോ ഐ ക്യാൻ ഹാവ് ദിസ് ഹൗസ്. ഒരു കുഴപ്പമില്ല, 10 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് താ, നിങ്ങൾക്ക് എപ്പോഴാണ് എഴുതുന്നതെന്ന് വെച്ചാൽ എഴുതിക്കൂ. പിന്നെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? ആ ഡ്രോയിങ് റൂമിൽ ഞാനൊരു ആണി അടിക്കും, ആ ആണി എൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചടാ, 2 കോടി രൂപ വിലയുള്ള ഒരു സാധനം 10 ലക്ഷം രൂപയ്ക്ക് കിട്ടി. ഇവൻ എന്ത് മാത്രമേ ചോദിക്കുന്നുള്ളൂ? ഒരാണി അടിക്കാനുള്ള സ്ഥലം. അയാൾ ആണിയോ എന്തോലും അടിച്ചോട്ട്. അയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഒരാണിയല്ലേ, നിങ്ങൾ അടിച്ചു. അപ്പം 10 ലക്ഷം രൂപ കൊടുത്തു. ഈ വീട് അവൻ വിലയ്ക്ക് വാങ്ങി. അപ്പം വിലയ്ക്ക് വാങ്ങി ഇതിനകത്ത് പ്രത്യേകിച്ച് എഴുതി ചേർത്ത് എന്ത്, ഡ്രോയിങ് റൂമിൽ ഉള്ള ആ സ്റ്റെയർ കേസിൻ്റെ സൈഡിലുള്ള ആണി എൻ്റെ വകയായിരിക്കും. എന്നിട്ട് അയാൾ പറഞ്ഞു ഈ ആണിയെ തൊട്ട് പോകരുത്, എനിക്ക് എപ്പോഴും അങ്ങോട്ടുള്ള ആക്സസും എനിക്ക് വേണം. ഏതാ ഈ ആണിയിലേക്കുള്ള ആക്സസും വേണം. അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് താമസം തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ല. 1 ആഴ്ചയായി, 2 ആഴ്ചയായി. അവർ 2 ആഴ്ച കഴിഞ്ഞ ഒരു സമയത്ത് പഴയ ഓണർ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എല്ലാം നന്നായി പോന്നോ? എന്നെ പറഞ്ഞു വളരെ നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷമായിരിക്കുന്നു. എൻ്റെ ആണിയോടുണ്ടല്ലോ, ഈ വന്ന് ഞങ്ങൾ തൊട്ടിട്ട് പോലും ഇല്ല, അത് അവിടെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. അവത്തെ തൊട്ട് പോയേക്കരുത്, ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവത്തെ നിങ്ങൾക്ക് തൊടാൻ അവകാശമില്ല, അവത്തെ തൊടരുത്. ബാക്കി എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഇത്, പക്ഷേ എൻ്റെ ആണിയിൽ തൊടില്ല സാറേ, ഞങ്ങൾ അവത്തെ തൊടുന്നേ ഇല്ല. എവിടെയാണ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ പ്ലാസ്റ്റിക് സഞ്ചിക്കകത്തുനിന്ന് ഒരു ചത്ത എലിയെ അവത്തെ തൂക്കിയിട്ടു. ഇതെന്ത് സാറേ കാണിക്കുന്നത്? എന്നെ പറഞ്ഞു, അല്ല ഈ ആണി എൻ്റെ വകയല്ലേ, ഇതിൽ എനിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. അല്ല സാറേ ഇത് ചുമ്മാ, ഇത് ചത്ത എലിയല്ലേ, ഇതിന് നാറത്തില്ലേ? അത് നാറുമായിരിക്കും, അതെനിക്ക് അറിയേണ്ട കാര്യമൊന്നും ഇല്ല. കാര്യം ആണി ആരുടെ വകയാണ്? എൻ്റെ വകയാണ്. ഇവരാകെപ്പാടെ വിഷയം. എന്തൊരു ഡ്രോയിങ് റൂമിൽ മോളോട് കയറാൻ പോലും പറ്റിയല്ല. എന്താ നാറ്റം സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനും പറ്റുന്നില്ല, മോളിൽ പോകാനും പറ്റുന്നില്ല. വല്ലാത്ത ഒരു സ്റ്റേജ്. എന്തൊരു കഷ്ടമാണെന്ന് പറയാൻ. തൊടാൻ പറ്റുമോ? കാര്യം എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ ആണിയിലേക്കുള്ള ആക്സസും ഉണ്ട്. ഈ ആണി പഴയ ഓണറിൻ്റെ വകയാണ്. കടിച്ച് പിടിച്ച് 2 ദിവസമായി 3 ദിവസമായി ഒരാഴ്ചയായി. ഈ ഒരാഴ്ചയായിട്ട് സഹിക്കാൻ പറ്റാതിരിക്കുന്ന കൂട്ടത്തിൽ അയാൾ പിന്നെയും വന്നു. എങ്ങനെയുണ്ട് എൻ്റെ സാറേ, എന്തോ ഉണ്ടെന്ന് എന്തോ സാധനം ചോദിക്കുന്നത്? നിങ്ങൾ ഈ ഇതിനെ എലിയെ ഇവിടെ കൊണ്ട് കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഞങ്ങളിവിടെ എങ്ങനെ ജീവിക്കുന്നത്? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ എഗ്രിമെൻറ്റിനകത്ത് എന്തോ ഉണ്ട്, ആണി എൻ്റെ വകയാണ്. അയാൾ വന്നു, ആ എലിയെ അഴിച്ചെടുത്തു. ആശ്വാസമായി. പക്ഷേ അഴിച്ചെടുത്ത സ്ഥലത്തേക്ക് ഒരു ചത്ത പാമ്പിനെ കൊണ്ട് കെട്ടി തൂക്കിയിട്ടു. അപ്പോൾ പറഞ്ഞു, സാറേ ഇതെന്തോ? ഇതൊരു ചത്ത പാമ്പ്. ഇവിടുത്തെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് ആണി ആളുടെ വകയാണ്, ഇവത്തെ തൊടാൻ പറ്റില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരാകെപ്പാടെ വിഷമിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും വന്നു. എൻ്റെ പൊന്നു സാറേ, ഇതിനകത്തൊന്ന് രക്ഷിക്കണം. എന്നാൽ ശരി, ഈ പാമ്പിനെ ഇങ്ങ് എടുത്തേക്കാം എന്ന് പറഞ്ഞ് അയാൾ ഈ പാമ്പിനെ, ചത്ത പാമ്പിനെ അഴിച്ച് എടുത്തു. പിന്നെ അതെന്നറിയാമോ, ജീവനുള്ളൊരു മൂർഖൻ പാമ്പിനെ അവിടെ കെട്ടിയിട്ടു. അതോടെ ആകെപ്പാടെ പ്രശ്നം. കാര്യം പാമ്പിങ്ങനെ മുകളിലോട്ട് കയറാനും സ്റ്റെയർ കേസ് കയറാൻ പറ്റത്തില്ല, ഇറങ്ങാൻ പറ്റത്തില്ല. അതിനേക്കാൾ വലിയ ഇത് എപ്പോഴാണ് കെട്ടഴിഞ്ഞ് താഴെ വീഴുന്നെന്ന് അറിയത്തില്ല. ഒടുവിൽ ഈ മനുഷ്യന് രൂപയും വേണ്ട, ഒന്നും വേണ്ട, വീടിട്ടേച്ച് പോകേണ്ടി വന്നു. എല്ലാത്തിനും ഇടയായത് എന്താണ്? ഒരാണി അടിക്കാനുള്ള അവസരം പിശാചിന് കൊടുത്താൽ അവൻ നിങ്ങളെ എല്ലാത്തിനകത്തുനിന്ന് ഓടിച്ചു വിടും. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ പാമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോപം പോലെയുള്ള ഒരു കാര്യത്തെ, വലിയ കുഴപ്പമില്ലെന്ന് ചിന്തിക്കും. അതാണ് എന്നൊരു പ്രശ്നം. ഒരു ആണിയല്ലേ, ഞാൻ വല്ലപ്പോഴും ഒന്ന് കോപിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, പിശാചിന് പാമ്പിനെ കെട്ടിയിടാനുള്ള ആണിയാണ് നിങ്ങൾ വീട്ടിൽ അടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് പിശാചിനെ സ്പർശിക്കുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിൻ്റെതായ സകലത്തെയും ഇല്ലാതാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അതുകൊണ്ടാണ് പറയുന്നത്, വ്യാജം പ്രവർത്തിക്കരുത്, കോപിക്കരുത്,
സഹോദരനോട് വ്യാജം കാണിക്കരുത്, സഹോദരനോട് കള്ളം പറയരുത്, സഹോദരനോട് ഒളിക്കാനൊന്നും ഉണ്ടാകരുത്. അങ്ങനെ ലൈഫ് വേണ്ട. സ്വാതന്ത്ര്യം വേണം, അന്യോന്യം സ്വാതന്ത്ര്യം വേണം. സ്നേഹമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്, കരുണയുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഞാൻ ഈ കാലയളവിൽ ആർക്കും ആരോടും സ്വാതന്ത്ര്യമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പോലും സ്വാതന്ത്ര്യമില്ല. മക്കൾക്ക് അപ്പനോട് സ്വാതന്ത്ര്യമില്ല, അപ്പന് മക്കളോട് സ്വാതന്ത്ര്യമില്ല. പാസ്റ്റർക്ക് വിശ്വാസികളോട് സ്വാതന്ത്ര്യമില്ല, വിശ്വാസികൾക്ക് പാസ്റ്ററോട് സ്വാതന്ത്ര്യമില്ല. സഹോദരങ്ങൾക്ക് തമ്മിൽ സ്വാതന്ത്ര്യമില്ല. അപ്പമൊക്കെ മുറിച്ച് തിന്നുന്നുണ്ട്, പക്ഷെ എന്തില്ല? സ്വാതന്ത്ര്യമില്ല. കാര്യം എന്താണ്? ഫോഷ്ക്ക്, മുഖം മൂടികൾ. ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ മതി, കോപിക്കാൻ തുടങ്ങും, വഴക്കുണ്ടാകും. എന്തുകൊണ്ട് സഭയിൽ വഴക്കുണ്ടാകുന്നു എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. എന്തുകൊണ്ട് രണ്ട് കൂട്ടർക്ക് തമ്മിൽ വഴക്കുണ്ടാകുന്നു? ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. 4-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്ര വേണ്ടത്. ഇത് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചാടാ, അപ്പോൾ എഫേസ്യ സഭയിൽ കള്ളന്മാരും ഉണ്ടോ? കോപിക്കുന്നവരുണ്ടെന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിനകത്ത് ആരും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കള്ളന്മാർ. എന്താ ഇവിടെ കള്ളന്മാരെന്ന് പറയുന്നത്? കള്ളന്മാരെന്ന് പറയുന്നത് മോഷ്ടാക്കൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോഷ്ടാക്കളാണ്, പക്ഷേ രാത്രി കയറി മോഷ്ടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്താണെന്നറിയാമോ? സാധനം മോഷ്ടിക്കുന്ന കാര്യമല്ല. വെൻ ഐ ആം മേക്കിംഗ് യൂസ് ഓഫ് മൈ ബ്രദർ, എൻ്റെ സഹോദരനെ ഞാൻ അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, ആ സഹോദരനിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻ്റെ സഹോദരനെ ഞാൻ എന്ത് ചെയ്യാണ്? കവർച്ച ചെയ്യുകയാണ്, മോഷ്ടിക്കുകയാണ്. പോൾ പറയുകയാണ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് താഴോട്ട് വായിക്കുമ്പോൾ, അതുകൊണ്ടെന്താണ് കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. നോക്ക്, മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കുന്ന പരാന്നജീവികൾ നമ്മൾ സാധാരണ പറയും, ഇത്തിക്കണ്ണികൾ എന്നൊക്കെ നമ്മൾ പറയും. അതായത് വേര് മണ്ണിലേക്ക് കിടക്കാനൊന്നും അവർക്ക് വയ്യ. അവർ എന്താണ്, മണ്ണിൽ വേരുള്ള വൃക്ഷത്തിലാണ് അവരെന്തിറക്കുന്നത്? വേറെടുക്കുന്നത്. ഇതുപോലെ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരായ ആളുകൾ ദൈവസഭയിൽ ഉണ്ടാകുവാൻ പാടില്ല. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്, മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന ആളുകൾ. അതും പ്രത്യേകിച്ചും ഒരാൾ കാണിക്കുന്ന കരുണയെയും മറ്റുള്ള കാര്യത്തെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു, മുതലെടുക്കുന്നു. കറക്റ്റ്. മുതലെടുപ്പ് നടക്കുന്നതായ ആളുകൾ. മുതലെടുക്കപ്പെടാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കണം. അത് ആത്മീയൻ്റെ ഒരു ലക്ഷണമാണ്. ഞാൻ എപ്പോഴും പറയും, എന്നെ ഒരാൾ മുതലെടുക്കുന്നതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. കാര്യം അപ്പോഴെങ്കിലും എനിക്കൊരു സന്തോഷമുണ്ടല്ലോ, ഞാൻ അവനെ മുതലെടുത്തില്ലെന്ന്. എന്നെ ഒരാൾ കളിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, മറ്റൊന്നും കൊണ്ടൊന്നുമല്ല. അപ്പോഴാണ് നമുക്കൊരു ബോധ്യം, ഞാൻ അവനെ കളിപ്പിച്ചില്ലല്ലേ, അതാണെങ്കിൽ അവൻ എന്നെ കളിപ്പിച്ചതാണല്ലോ. അതുപോട്ടെ. എന്നാൽ ഞാൻ എന്നെ കളിപ്പിക്കാൻ ആളുകളെ അനുവദിക്കുന്നു, അതൊരു ആത്മീയൻ്റെ ലക്ഷണമാണ്. പക്ഷേ വിശ്വാസി എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരെ മുതലെടുക്കാൻ പാടില്ല. അവനെ അധ്വാനിക്കാൻ പഠിക്കണം. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കൈക്കലാക്കാനല്ല നോക്കേണ്ടത്. ചില ആളുകളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരായ ആളുകൾ. എൻ്റെ സിസ്റ്ററിലോയും ഹസ്ബൻഡും ഒറീസയിൽ സുവിശേഷ വേലയാണ്. അവരുടെ വീടിൻ്റെ താഴെ ഈ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന കുറച്ച് പേരാണ് താമസിക്കുന്നത്. അതിനകത്ത് ഒരു സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ഒരുത്തൻ്റെ കാല് കുപ്പിച്ചിലുകൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിലോ ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അവർക്ക് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാം. കാര്യം അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഈ സൈക്കിൾ റിക്ഷ ചവിട്ടണമല്ലോ, കാര്യം കാല് മുറിഞ്ഞിരിക്കുകയാണല്ലോ, സൈക്കിൾ റിക്ഷ ചവിട്ടണമല്ലോ, അയാൾക്ക് ചവിട്ടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോയി കള്ളു കുടിക്കത്തേ ഉള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 10 കിലോ അരി, 10 കിലോ 25 കിലോ അരി വാങ്ങിച്ചു കൊടുക്കാം, അതാകുമ്പോൾ അവനൊന്നും അല്ലെങ്കിൽ കഞ്ഞി കുടിച്ച് കിടന്നോളുമല്ലോ. അവർ 15-20 കിലോ അരി വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുത്തു. അപ്പം 2 ദിവസമായി 3 ദിവസമായി ഇയാളുടെ കാല് പെട്ടെന്ന് തന്നെ കരിഞ്ഞു. അയാൾ സൈക്കിൾ റിക്ഷ ചവിട്ടാനൊക്കെ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞു. അപ്പം ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കിൾ റിക്ഷ ചവിട്ടി പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഈ സൈക്കിൾ റിക്ഷക്കാരൻ്റെ ഭാര്യ കതകിന് കൊട്ടിയപ്പോൾ ഇവർ കഥ തുറന്നു. എന്ത് പറ്റി? അരി തീർന്നു. അവർ ചിന്തിക്കുന്ന എന്താണ്? ഇനിയിപ്പോൾ എന്ത് ചെയ്തോണം? എല്ലാ ആഴ്ചയിലും അരി കൊണ്ട് കൊടുക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? പാസ്റ്ററുടെ ചുമതല. ഇനി പാസ്റ്റർ വേണം എന്ത് കൊടുക്കാൻ? അരി കൊടുക്കാൻ. അരി തീർന്നു. അങ്ങനെയുള്ള ഒത്തിരി പേര് സഭയിലുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ. പോൾ പറയാം, നിർത്തി പരിപാടി, നീ അധ്വാനിക്കാൻ പഠിക്കും. അധ്വാനിക്കുക എന്ന് പറഞ്ഞ ഒരു ചില്ലറ കാര്യം, ഒരു മോശം കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ കൽപ്പനയുടെ ആദ്യ കൽപ്പനകളുടെ കൂട്ടത്തിലുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട്
ആദ്യം ദൈവം അവരോട് പറഞ്ഞതെന്നറിയാമോ? പോയി പണിയെടുക്കാനാ. ഏദൻ തോട്ടത്തിൽ തോട്ടം കാപ്പാനും എന്താണ് അതിൽ വേല ചെയ്യുവാനും എന്ത് ചെയ്തു? ആദമനെ ഹവ്വയെയും ആക്കി. അധ്വാനിക്കുക എന്ന് പറയുന്നത് ദൈവികമായ ഒരു കൽപ്പനയാണ്. അതിനകത്ത് ഭയങ്കര സുഖമുണ്ട്. നമ്മളെല്ലാവരെയും അധ്വാനിക്കാൻ പ്രോത്സാഹിപ്പിക്കണം, അധ്വാനിക്കാൻ പഠിക്കണം. നമ്മൾ അധ്വാനിക്കണം. അതിപ്പം കൈകൊണ്ട് അധ്വാനിക്കുന്നോ തലകൊണ്ട് അധ്വാനിക്കുന്നോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ അധ്വാനിക്കണം. അതിന് സുവിശേഷ വേലക്കാരനാണെങ്കിലും അധ്വാനിക്കുന്നവനായിരിക്കണം. സുവിശേഷ വേലക്കാരൻ വാഴ നടണമെന്നോ കപ്പ നടണമെന്നോ റബ്ബർ നടണമെന്നോ അല്ല ഞാൻ പറയുന്നത്. സുവിശേഷ വേലയിലാണെങ്കിലും അവൻ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മിണ്ടാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പണിയും എടുക്കാതിരിക്കുന്നതല്ല ഫുൾ ടൈം ജോലി എന്ന് പറയുന്നത്. ചിലരുടെ ചിന്ത ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ചെയ്യാത്തവൻ എന്താണ് ഫുൾ ടൈം. അത് ഫുൾ ടൈം, അത് ഫുൾ ടൈം അല്ല. ഫുൾ ടൈം മിനിസ്ട്രി ആണെങ്കിൽ ഫുൾ ടൈം സുവിശേഷ വേലയെങ്കിലും ചെയ്യണം. ശരണം നീയേ എൻ ജീവനും നീ, ഞാൻ നിന്നിൽ ശരണം തേടുന്നു. അത്യുന്നതൻ നീയേ സർവശക്തനും നീ, നിൻ കൃപ എന്നിൽ പകർന്നിടണേ. എന്നേശുവേ എൻ നാഥനേ, നിൻ കൈപ്പണിയല്ലോ ഞാൻ. നിൻ ഹിതത്തിനായി സൽപ്രവർത്തിക്കാൻ ഞാൻ സർവം സമർപ്പിക്കുന്നു. എന്നേശുവേ എൻ നാഥനേ, നിൻ കൈപ്പണിയല്ലോ ഞാൻ. നിൻ ഹിതത്തിനായി സൽപ്രവർത്തിക്കാൻ ഞാൻ സർവം സമർപ്പിക്കുന്നു. ലോകത്തിൻ പിൻപേ പോകില്ല ഞാൻ, ലോക സൗഭാഗ്യം നശ്വരമേ. വിശ്വാസനായകൻ യേശുവെ നോക്കി ജീവിതയാത്ര തികച്ചിടും. ലോകത്തിൻ പിൻപേ പോകില്ല ഞാൻ, ലോക സൗഭാഗ്യം നശ്വരമേ. വിശ്വാസനായകൻ യേശുവെ നോക്കി ജീവിതയാത്ര തികച്ചിടും. എന്നേശുവേ എൻ നാഥനേ, നിൻ കൈപ്പണിയല്ലോ ഞാൻ. നിൻ ഹിതത്തിനായി സൽപ്രവർത്തിക്കാൻ ഞാൻ സർവം സമർപ്പിക്കുന്നു. എന്നേശുവേ എൻ നാഥനേ, നിൻ കൈപ്പണിയല്ലോ ഞാൻ. നിൻ ഹിതത്തിനായി സൽപ്രവർത്തിക്കാൻ ഞാൻ സർവം സമർപ്പിക്കുന്നു. എന്നാശ്രയം നീ, എൻ ബലവും നീ, എൻ ജീവിതത്തിൻ മേടുകളിൽ അഭിഷേകമെന്നിൽ പകർന്നു ദിനവും എന്നെ നിൻ പാതയിൽ നയിച്ചിടണേ. എന്നാശ്രയം നീ, എൻ ബലവും നീ, എൻ ജീവിതത്തിൻ മേടുകളിൽ അഭിഷേകമെന്നിൽ പകർന്നു ദിനവും എന്നെ നിൻ പാതയിൽ നയിച്ചിടണേ. എന്നെ